നമ്മളിന്ന് പ്രിൻസസ് കട്ട് ബ്ലൗസിന് ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കണമെന്നാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ഇന്നൊരു ടോർസോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈനൊക്കെ വെച്ച് അളവെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കണമെന്ന് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് ബ്ലൗസിൻ്റെ ലെങ്ത്ത് എപ്പോഴും ഷോൾഡർ സെൻറ്ററിൽ നിന്ന് ഈ ടോർസോയിൽ ലൈൻ അറിയും. ഇതേപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഷോൾഡർ വിഡ്ത്ത് എപ്പോഴും ഒരു ബോണിൽ നിന്ന് മറ്റൊരു ബോണിലേക്കുള്ള വിഡ്ത്ത്, ഇതിനെയാണ് ഷോൾഡർ വിഡ്ത്ത് എന്ന് പറയുക. അതിനുശേഷം നമുക്ക് വരുന്നത് അപ്പർ ബോഡി ആം ഹോളിൻ്റെ താഴെ നിന്ന് ബ്രസ്റ്റിൻ്റെ മുകളിലൂടെ ട്രാവൽ ചെയ്ത് പോവും. ഇങ്ങനെയാണ് അപ്പർ ബോഡി മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അപ്പർ ബോഡി മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ബാക്കിൽ ടേപ്പ് താഴ്ന്നു പോകാതെ നോക്കണം. ഇങ്ങനെ കറക്റ്റായി നിൽക്കണം. കറക്റ്റ് ആം ഹോളിൻ്റെ താഴെ കൂടെ വേണം മെഷർമെൻറ്റ് ചെയ്യാൻ. അതുപോലെ ബോഡി മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ബ്ലൗസിന് കുറച്ച് ഫിറ്റായിട്ട് വേണം എടുക്കാൻ. നമ്മുടെ കറക്റ്റ് ഒരു വിരൽ ഗ്യാപ്പിൽ എടുത്താൽ മതി. ഇങ്ങനെയാണ് അപ്പർ ബോഡി എടുക്കുക. ഞാനിപ്പോൾ എടുത്ത അളവിന് അപ്പർ ബോഡി മെഷർമെൻറ്റ് എന്ന് പറയും. അതിനുശേഷം നമുക്ക് വേണ്ടത് ചെസ്റ്റ് മെഷർമെൻറ്റ്. അത് ചെസ്റ്റിൻ്റെ ഹയ്യസ്റ്റ് പാർട്ടിൽ കൂടെ ട്രാവൽ ചെയ്ത് പോകും. അതായത് നമ്മുടെ നിപ്പിൾ പോയിൻറ്റിൻ്റെ മുകളിൽ കൂടെ പോകും. ഇതാണ് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ്. ഇതാണ് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ്. അതേപോലെ ബ്ലൗസിന് അളവെടുക്കുമ്പോൾ എപ്പോഴും ഇന്നേഴ്സ് പ്രോപ്പറായി ലിഫ്റ്റ് ചെയ്ത് ഇട്ടിട്ട് വേണം ഈ നിപ്പിൾ പോയിൻറ്റിൻ്റെ അളവെടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഈ നിപ്പിൾ പോയിൻറ്റ് നമ്മൾ പറയുക അപ്പെക്സ് പോയിൻ്റ് എന്നാണ്. അപ്പോൾ അപ്പെക്സ് പോയിൻറ്റിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടില്ല. പ്രിൻസസ് കട്ടിൽ നമുക്ക് ഈ പോയിൻ്റ് കറക്റ്റായിട്ട് വരണമെങ്കിൽ ഈ അപ്പെക്സ് പോയിൻറ്റിൻ്റെ അളവ് കറക്റ്റായിട്ട് വേണം. അപ്പോൾ നമ്മൾ ഇന്നേഴ്സ് കറക്റ്റ് പൊസിഷനിലിടണം. സാഗിങ് ബ്രസ്റ്റ് ആണെങ്കിൽ ഇന്നേഴ്സ് നന്നായി ലിഫ്റ്റ് ചെയ്തിട്ട് ഈ നിപ്പിൾ പോയിൻറ്റിൻ്റെ അളവെടുക്കണം. ചെസ്റ്റിൻ്റെ അളവെടുത്തതിന് ശേഷം നമുക്ക് അണ്ടർ ബസ്റ്റിൻ്റെ അളവാണ്. അണ്ടർ ബസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബസ്റ്റിൻ്റെ കറക്റ്റ് താഴെയുള്ള അളവ്, ബ്ലൗസിൻ്റെ ലെങ്ത്ത് അല്ല, ബസ്റ്റിൻ്റെ താഴെയുള്ള അളവ്. ഇതാണ് നമുക്ക് അണ്ടർ ബസ്റ്റ് ലെങ്ത്ത്. അതിനുശേഷം അപ്പെക്സ് പോയിൻ്റ്, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ നിപ്പിൾ എവിടെയാണോ അവിടെ ഷോൾഡർ സെൻറ്റർ മുതൽ നമ്മുടെ നിപ്പിൾ വരെയുള്ളതിനെ അപ്പെക്സ് പോയിൻ്റ് എന്ന് പറയും. അതുവരെയുള്ള ലെങ്ത്ത് എടുക്കുക. അതിനുശേഷം നിപ്പിൾ ടു നിപ്പിൾ, അപ്പെക്സ് ടു അപ്പെക്സ് പോയിൻ്റ്, ഇതിനെ അപ്പെക്സ് ടു അപ്പെക്സ് എന്ന് പറയും. ഈ വിഡ്ത്ത് എടുക്കണം. അതിനുശേഷം നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത് എവിടെയാണോ അവസാനിക്കുന്നത് അതിനെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയും. അത് നല്ല ടൈറ്റായിട്ട് എടുക്കണം ബ്ലൗസിന് എടുക്കുമ്പോൾ. എപ്പോഴും ബ്ലൗസിൻ്റെ ലെങ്ത്ത് എവിടെയാണോ അവസാനിക്കുന്നത് അവിടുത്തെ റൗണ്ട് എടുക്കണം. അതിനെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയും. ഇനി നമുക്ക് ആം റൗണ്ട് എടുക്കണം. കൈ പൊക്കി പിടിച്ചിട്ട് നമ്മുടെ ഈ റൗണ്ട്, ഇതിനെ ആം റൗണ്ട് എന്ന് പറയും. അതിനുശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് ഈ ഷോൾഡറിൻ്റെ തുടക്കം മുതൽ വെച്ചിട്ട് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്ത്, അവിടെയുള്ള വിഡ്ത്ത് ഇത്രയും വേണം. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വേണം. ഫ്രണ്ടിൻ്റെ നെക്ക് ലെങ്ത്ത് എത്രയാണ് വേണ്ടത്, ബാക്ക് നെക്ക് ലെങ്ത്ത് എത്രയാണ് വേണ്ടത്, അത് രണ്ടും എടുക്കുക. ഓക്കെ, ഇനി അണ്ടർ ബസ്റ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും എപ്പോഴും ഡൗട്ട് വരും, നമ്മൾ ഇത് ബസ്റ്റിൻ്റെ അടിയിൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ സെൻറ്ററിൽ വെച്ചിട്ട് ഈ ബസ്റ്റിൻ്റെ മേലെ കൂടെ ടേപ്പ് ട്രാവലായിട്ട് പോയിട്ട് നമ്മുടെ ഈ സൈഡ് പോർഷനിൽ ബസ്റ്റ് കുറച്ച് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ താഴെ വരെയുള്ള അളവ് അത് കറക്റ്റായിട്ട് എടുക്കണം. അപ്പോഴേ നമുക്ക് ഈ പോയിൻ്റ് കിട്ടുള്ളൂ. അല്ലാതെ താഴെ വരെയുള്ള അളവ് ഇങ്ങനെ വെച്ചെടുക്കാൻ പാടില്ല. ബസ്റ്റിൻ്റെ താഴെ വരെയുള്ള അളവ് മാത്രം എടുക്കണം. അതിനെ അണ്ടർ ബസ്റ്റ് എന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക.
നമുക്കിനി ഈ മെഷർമെൻ്റൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പാറ്റേൺ പേപ്പറിൽ കട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ.